അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന കാലടി പ്ലാന്റേഷന്റെ ബി ഡിവിഷനിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഡോക്ടർ അരുൺ സക്കറിയ കോടനാട് അഭയാരണ്യത്തിൽ എത്തും. ആനയുടെ പുതിയ ദൃശ്യങ്ങൾ ജനൻ ടിവിക്ക് ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു. ആനന്ദ്, മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചികിത്സിക്കാനുള്ള നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോകുന്നു. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക വെറ്റിനറി സംഘം ഇതിനുവേണ്ടി തയ്യാറായി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കാലടി പ്ലാന്റേഷന്റെ 17ാം ബ്ലോക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് പുറകിൽ കാണുന്നതാണ് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആന. ഇപ്പോൾ ആ മുറിവിലേക്ക് മണ്ണ് വാരിയിടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തിൽ ഈ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ആരോഗ്യപരമായി മോശാവസ്ഥയിലുള്ള ഈ ആനയെ ചികിത്സിച്ചുകൊണ്ട് അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരിച്ച് കാട്ടിലേക്ക് അയച്ചത്. പക്ഷേ ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ആന വീണ്ടും കാടിറങ്ങി വരികയായിരുന്നു. ഈ മുറിവ് വേണ്ടത്ര രീതിയിൽ ചികിത്സ ഫലം കണ്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ആനയുടെ ഈ മുറിവിൽ നിന്ന് ഈ പഴുപ്പും അതുപോലെ തന്നെ ഈ പുഴുക്കളും ഒലിക്കുന്ന ഒരു കാഴ്ച ദൃശ്യങ്ങൾ വീണ്ടും പുറത്തു വന്നിരുന്നു. തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഈ ആനയെ പിടികൂടിക്കൊണ്ട് ചികിത്സിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പും സർക്കാരും എത്തുന്നത്. എന്തായാലും അതിൻ്റെ ഭാഗമായി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോടനാട് അഭയാരണ്യ കേന്ദ്രം ഈ കൂട്ടിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പ്രത്യേകിച്ച് ഈ ആനയെ ഇനി മയക്കുവെടി വെക്കുന്നത് ആ തരത്തിലേക്കുള്ളൊരു ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ കൂട്ടിലിട്ട് ചികിത്സിക്കാനുള്ള ഒരു തീരുമാനമായിരിക്കും ഒരുപക്ഷെ എന്തായാലും എടുക്കുക. അതിൻ്റെ ഭാഗമായി ഈ കോടനാടിലുള്ള ഈ കേന്ദ്രത്തിൻ്റെ, അതായത് ഈ ആനക്കൂട്ടിലിൻ്റെ ഈ ഫലം ഉറപ്പ് പരിശോധിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ഉറപ്പ് ആ കൂടിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കൂടിലേക്ക് തന്നെയായിരിക്കും ഈ ആനയെ, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ഈ ആനയെ കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഒരുപക്ഷെ പുതിയൊരു കൂട് നിർമ്മിക്കേണ്ടി വരും. എന്തായാലും അദ്ദേഹം അതിൻ്റെ ഒരു ഫലം പരിശോധിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അവിടെ ചേരുമെന്നാണ് അറിയുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ആന ഈ മസ്തകത്തിന്റെ ഈ മുറിവിലേക്ക് മണ്ണ് വാരിയിടുന്ന ദൃശ്യങ്ങളാണ്. ആന പൊതുവെ ക്ഷീണിതനാണ്. ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം DFO അറിയിച്ചിരുന്നു. പക്ഷേ ആന വേണ്ടത്ര രീതിയിൽ ആരോഗ്യവാനല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. കഴിഞ്ഞ തവണ കണ്ട നമുക്കറിയാം. കാരണം പ്രത്യേകിച്ച് ഈ ആനയുടെ ഒരു ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, ആനയുടെ തൂക്കം ഒരുപക്ഷെ കാഴ്ചയിൽ അത് കുറവുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആന ഇപ്പോഴും ഈ പ്രദേശത്ത് തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ ആന ഈ ജനവാസ മേഖലയിലെ അടക്കം ഇറങ്ങിക്കൊണ്ട് ഒരു ആക്രമണ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും പൊതുവെ കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇവിടെ വനംവകുപ്പും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അധികൃതരും നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ നിൽക്കുന്നത് പോലും റിസ്ക് ആണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പ്രദേശത്തേക്ക് എത്തുകയും അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുക. ആനന്ദ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും എത്രമാത്രം ദൂരത്തിലായിരിക്കും ആന നിൽക്കുന്നത്? പ്രേക്ഷകരുടെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്. ആനന്ദിനെയും ആനയും ഒന്നിച്ച് ഒരേ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. എത്ര ദൂരം കാണും പിന്നിൽ ആന നിൽക്കുന്ന അകലം? വിനോദ്, ഞാൻ ഈ നിൽക്കുന്നതിൽ നിന്ന് ഏതാണ്ട് ഒരു 400, പരമാവധി 400 മീറ്ററോളം അകലത്തിലാണ് ഇപ്പോൾ ഈ ആന നിൽക്കുന്നത്. ആന അല്പസമയം മുമ്പ് ഈ എണ്ണപ്പന കാടുകളാണ്, പ്ലാന്റേഷൻ ഭൂമിയാണ്. ഈ എണ്ണപ്പന മറച്ചിട്ടുകൊണ്ട് അതിനകത്തുള്ള വസ്തുക്കൾ കഴിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നേരത്തെ കണ്ടത്. ആന ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര ആരോഗ്യവാനല്ല എന്ന് തന്നെയാണ് നമുക്ക് ആ കാഴ്ചയിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഈ ആനയെ ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വീണ്ടും മയക്കുവെടി വയ്ക്കുന്നത് അത് ആരോഗ്യപരമായി ആനയെ ഒരുപക്ഷെ വിപരീത ഫലം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മയക്കുവെടി എന്ന് പറയുന്ന ഒരു സാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് ആനയെ കുങ്കിയാനകളെ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിലാക്കിക്കൊണ്ട് ചികിത്സ നൽകാനായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ തവണയാണ് ആനയെ മയക്കുവെടി വെച്ചുകൊണ്ട് ഒറ്റ ദിവസത്തെ ദൗത്യം, ഏതാണ്ട് പരമാവധി 2 ദിവസം വരെ എടുത്തൊരു ദൗത്യമായിരുന്നു. അദ്ദേഹം ആനയെ മയക്കുവെടി വെക്കുകയും തുടർന്ന് സ്റ്റാൻഡിങ് പൊസിഷനിൽ വെച്ചുകൊണ്ടായിരുന്നു അത്തരത്തിൽ ഒരു ചികിത്സ നടത്തി വിട്ടത്. പക്ഷെ ആ ചികിത്സ പൂർണ്ണമായും ഫലപ്രദമായില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം അതുകൊണ്ട് തന്നെയായിരുന്നു ഈ ആന വീണ്ടും ഇത്തരത്തിൽ ഈ കാടിറങ്ങി വരികയും ആ കാടിറങ്ങി വരികയാകുമ്പോഴാണ് ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആനയുടെ ആ മുറിവ് വേണ്ടത്ര രീതിയിലേക്ക് ഉണങ്ങിയിട്ടില്ല. ഈ മുറിവിൽ നിന്ന് ഈ പുഴുക്കൾ പോലും പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച മൊബൈൽ ദൃശ്യങ്ങളെല്ലാം നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും തുടർന്ന് ഈ ദൃശ്യങ്ങൾ ഈ വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുകയും വീണ്ടും അത്തരത്തിൽ ആനയെ ഏതുവിധനെയും പിടികൂടിക്കൊണ്ട് ചികിത്സിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്
ഫോറസ്റ്റും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും എത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അരുൺ സക്കറിയെ അത്തരത്തിൽ വീണ്ടും വിളിച്ചു വരുത്താനുള്ള ഒരു തീരുമാനത്തിലേക്കും ഫോറസ്റ്റ് എത്തുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ കൊടനാടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആനയെ പിടികൂടുകയാണെങ്കിൽ, കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് പിടികൂടുകയാണെങ്കിൽ ഈ ആനയെ കോടനാട് കേന്ദ്രത്തിൽ എത്തി ചികിത്സിച്ചാൽ മതിയോ? കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാട്ടാനയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടിൻ്റെ കൂടിൻ്റെ ഉറപ്പ് അല്ലെങ്കിൽ ഫലം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആ കോടനാട് അഭയാരണ്യ കേന്ദ്രം മതിയെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് കൊണ്ടുപോയി തന്നെയായിരിക്കും ചികിത്സിക്കുക. അല്ലെങ്കിൽ പുതിയ കൂട് നിർമ്മിക്കേണ്ടതുണ്ട്. കാട്ടാനയാണ്. ഈ ശാരീരികമായി ക്ഷീണമുണ്ടെങ്കിലും പക്ഷേ ആരോഗ്യത്തിന് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ അതിൻ്റെ ആക്രമണ സ്വഭാവത്തിനും എന്തായാലും കുറവൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ആന നിൽക്കുന്നതാണ്. ആന ഈ മസ്തകത്തിലേക്ക് മണ്ണ് വാരി എറിയുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ ഈ അരുൺ സക്കറി നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുകയും ആനയെ നിരീക്ഷിക്കുകയും ചെയ്യും. കാരണം ആനയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. തുടർന്നായിരിക്കും ഏത് തരത്തിലുള്ള ചികിത്സയാണ് നൽകേണ്ടത്. ആനയെ മയക്കുവെടി വെച്ചുകൊണ്ടുള്ള ചികിത്സയാണോ, അതല്ല ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിലാക്കിക്കൊണ്ടുള്ള ചികിത്സയാണോ നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വന്നതിന് ശേഷം മാത്രമായിരിക്കും നമുക്കൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരിക. എന്തായാലും ഇപ്പോൾ ഏതാണ്ട് 400 മീറ്റർ അകലെയാണ് നേരത്തെ വിനോദ് ചോദിച്ച പോലെ ആന ഇപ്പോൾ ഉള്ളത്. ഞാനും ആനയും തമ്മിലുള്ള അകലം. അതെ, ആനന്ദ് സുരക്ഷിതമായി തന്നെ നിലകൊള്ളുക. തൃശ്ശൂർ ആതിരപ്പള്ളി വനമേഖലയിലാണ് മസ്തകത്തിൽ മുറിവേറ്റ ആനയെ വീണ്ടും ചികിത്സിക്കാനുള്ള നടപടികളുമായി മൃഗസംരക്ഷണ വകുപ്പും അല്ലെങ്കിൽ വനം വകുപ്പും അതുമായി മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് വെറ്റിനറി ഡോക്ടർ അരുൺ സക്കറിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആനയെ മയക്കുവെടി വെച്ച് അല്ലെങ്കിൽ കുങ്കി ആനകളെ ഉപയോഗിച്ച് തളച്ചതിന് ശേഷം ആനയ്ക്ക് മസ്തകത്തിലുണ്ടായിരിക്കുന്ന മുറിവ്, കാട്ടാനയാണ് മസ്തകത്തിലുണ്ടായിരിക്കുന്ന മുറിവ് ചികിത്സിക്കാനുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നൽകിയത് ആനന്ദ് പുതൂർ.